ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ സൺമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോയും ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എത്ര വലിയ കിച്ചൺ ആയാലും എത്ര ചെറിയ കിച്ചൺ ആയാലും കബോർഡൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പണി തന്നെയാണ് അത്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഭാരങ്ങളൊക്കെ ഒഴിവാകും. വോൾട്ടേജൊക്കെ കേട് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് മാറ്റുകയാണെങ്കിലും ഒരുപാട് വൃത്തിയാക്കി നമുക്ക് കൊണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചായിട്ട് ബോട്ടിൽസൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നിന്ന് വില്ലയിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറിയ സമയത്ത് ഞാൻ ബോട്ടിൽസൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അനിയൻ്റെ നിക്കാഹിനൊക്കെ നാട്ടിലേക്ക് പോയി അതിനിടയിൽ എടുത്ത വീഡിയോയും പിന്നെ അതിന് ശേഷം വന്നിട്ടൊരു വീഡിയോ ഒക്കെയാണ്. ഇതപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി. പിന്നെ റമദാനിലാണ് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ അതിനിടയിലും കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല കേട്ടോ. അതായത് ഒന്നിച്ച് നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ ഇതാ ബോട്ടിൽസൊക്കെ ഞാനിതാ ഏലക്കായ, പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ഒരു ബോട്ടിൽ കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ കബോർഡൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് വിനാഗിരിയും പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറകളൊക്കെ പോകാനും നല്ലതാണ്. അപ്പോൾ സ്മെല്ലിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കാനും പറ്റും. ഞാൻ തുടക്കാൻ യൂസ് ചെയ്യുന്ന ഈ തുണി മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ആക്കാനൊക്കെ പറ്റും. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിച്ചൺ കബോർഡൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു നനവോട് തന്നെ ക്ലീനാക്കി എടുക്കണം. എത്ര ചെറിയ കിച്ചൺ ആയാലും കിച്ചണിന് ഒരു എനർജി കിട്ടണമെങ്കിൽ, നമുക്ക് കുക്ക് ചെയ്യാനും നല്ലൊരു എനർജി കിട്ടണമെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ കബോർഡും കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ട് കാണണമെങ്കിൽ നമുക്ക് എപ്പോഴും കിച്ചണിൽ കുക്ക് ചെയ്യാനും മടിയൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓരോ ബോട്ടിൽസായിട്ട് ഞാനിങ്ങനെ ക്ലീനാക്കിയ ശേഷം കിച്ചണിലേക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഒരു അറേഞ്ച് ഇല്ലാതെ വെക്കുകയാണെങ്കിലും അത് പല സ്ഥലത്ത് പല രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജി കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് അല്ല, കുറച്ചാണെങ്കിലും അത് കറക്റ്റ് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് ഓരോ ബോട്ടിൽസായിട്ട് പല രീതിയിലെ പല ബോട്ടിൽസാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കൊടുന്ന ബോട്ടിലും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബോട്ടിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കടുക്, ജീരകം, ഉലുവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു ഭാഗത്തും, പരിപ്പ് വർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, കടല അതുപോലുള്ളതൊക്കെ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. കിച്ചൺ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് എന്തായാലും മടി മാറി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒതുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരേ രീതിയിൽ ഒരേ ഐറ്റംസ് ഒരേ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ മടി മാറി കിട്ടും. കുക്ക് ചെയ്യാനൊക്കെ ഒരു എനർജിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കടലൊക്കെ ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ സ്പൈസസ് വെക്കാനും പൗഡേഴ്സ് വെക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കിച്ചണിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാ പുളി, കടല അതുപോലുള്ള ഐറ്റംസൊക്കെ ഞാൻ ബോട്ടിൽ വെക്കുന്നുണ്ട്. അപ്പോൾ തീരാറായതൊക്കെ പിന്നെ അതിലേക്ക് തന്നെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് കഴിയുന്ന സമയത്ത് മാറ്റിയിട്ട് വേറെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പരിപ്പ് വർഗ്ഗങ്ങളും കടല അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരു ബോട്ടിൽസ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പുതിയതിലേക്ക് കുറച്ച് ബോട്ടിലൊക്കെ ഞാൻ അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ബോട്ടിൽ ഞാൻ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ ഡിസ്കൗണ്ട് മാർക്കറ്റ് അബുദാബിയിലുള്ള ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നായിട്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ആ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഇതിലും ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട്. വറ്റൽമുളക്,
അതൊക്കെ ഞാനിതാ വേറെ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബോട്ടിൽ തന്നെ സ്റ്റിക്കറുള്ള ബോട്ടിലൊക്കെ നല്ലതുപോലെ യൂസ് ചെയ്ത് പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അതിനുവേണ്ടി അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ വിനാഗിരി കൊണ്ട് പിന്നെ നമുക്ക് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ അത് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പൊട്ടുന്നതൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് അത് ഒന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാനും ഈസി ആയിട്ട് നമ്മുടെ അതിൽ പശ പിടിക്കാതെ ഇരിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം. ജീരകങ്ങൾ, കടുക്, ഉലുവ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഒരേപോലുള്ള ബോട്ടിലിൽ ഇടുകയാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും, നമുക്ക് എടുക്കുമ്പോഴും നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ റൂമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ബോട്ടിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആദ്യത്തേതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീരകങ്ങളൊക്കെ 2 ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ ഇതൊക്കെ ബോട്ടിലിട്ട് വെച്ച ശേഷം അതൊക്കെ ഒരേ ഭാഗത്ത് തന്നെ വെക്കുകയാണെങ്കിലും നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊടി ഐറ്റംസൊക്കെ ഒരേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇതാണ് ഞാൻ വാങ്ങിക്കാറുള്ള ഷോപ്പ്, അബുദാബിയിലെ ഡിസ്കൗണ്ട് മാർക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് ഒരു ഷോപ്പിംഗ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പല സമയത്ത് ചെന്നാലും പല മോഡലിലും അവർ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെയും ഒരുപാട് ബോൾട്ടീസ് എടുക്കുകയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ പല മോഡൽ കിച്ചണിക്കുള്ള ഒരുപാട് ഐറ്റംസ് തന്നെ ഇവർ തന്നെ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.